അപ്പം ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്നുള്ള പോലെ തന്നെ ചായയും കടിയും ചോറും പറഞ്ഞയക്കണവരൊക്കെ പറഞ്ഞേക്കാം. അപ്പം ഞാൻ രാവിലെ നീച്ച് അടുക്കളയ്ക്ക് എത്തിയത് ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ച് അതില്ലാണ്ട് പറ്റൂല. പിന്നെ അരിയിട്ട് റൈസ് കുക്കറിലാണ് ഇറക്കി വെക്കൽ കേട്ടോ. അപ്പോൾ ഒരു തിളച്ചതും റൈസ് കുക്കർക്ക് ഇറക്കി വെച്ച് അതവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഇത് ഊറ്റാനുള്ള പാകാവും. അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണേ. ഉപ്പേരി പടവലും പരിപ്പുമാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം മീൻ കായം കൂട്ടി വെച്ചിരിക്കുന്നു. അത് ഞാൻ വീഡിയോയിൽ ലാസ്റ്റായി പിന്നെ അത് ഇതാക്കി ഇടുമ്പോഴത്തേന് നേരാവും. അപ്പോൾ നമുക്ക് ഉപ്പേരിയൊക്കെ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും ചെറിയ ജീരകം കൂടെ എടുത്തിട്ട് പൊട്ടിക്കുക. അതിൻ്റെ ശേഷം ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഒന്ന് ചോപ്പറിൽ അടിച്ചതാണ്. അതിലിട്ട് നല്ല വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ പടവലം ഇട്ടിട്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ആക്കും പോലെ വീഡിയോയിൽ ഇടാം. പക്ഷേ വലിയ വീഡിയോ ആകും. അപ്പോൾ ഇടണ എനിക്ക് ബോറടിക്കണമെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കൂലേ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒക്കെ കുറച്ച് ചടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും തോന്നുന്നു. അപ്പോൾ പിന്നെന്താ, അപ്പോൾ അതാ ആ പടവലം നല്ല വെന്തിക്കണ്. അപ്പോൾ നമ്മൾ ഹാഫ് വേഗാക്കി വെച്ച പരിപ്പും അതിലിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റി മൂടി വെച്ചാൽ ഉപ്പേരി റെഡിയായി. അപ്പോൾ ഉപ്പേരി നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് എന്താ കട്ടേണ്ടതെന്ന് അറിയാം, മോര് കാച്ചാം. അപ്പോൾ മോര് കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് അരച്ച് വരുമ്പോഴത്തേനും ചട്ടി ചൂടായിക്കോട്ടെ. മൺചട്ടി ആകുമ്പോൾ കുറച്ച് വഴുകുമല്ലോ ചൂടാവാൻ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങയും ചെറിയ ജീരകവും ഒരു പച്ചമുളകും ഒന്ന് അരച്ചിട്ട് തരാം. തൈര് ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കാണ്ട് തൈര് ഒഴിച്ചിട്ട് നല്ലൊന്ന് അരച്ചിട്ട് തരാം. അപ്പോൾ അതാണ് പരിപാടി. രാവിലെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം അല്ല ഏകദേശം ആൾക്കാർക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉണക്കമുളകും കുരുമുളക് ചതച്ചതും കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് നല്ല വഴറ്റിയതിന് ശേഷം ഈ മോര് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിടണം. അപ്പോൾ ഒന്ന് തിളക്കണ്ട, ഒന്ന് അങ്ങനെ എന്താ പറയുക, പത വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ മോര് കറി റെഡിയായി. അപ്പോൾ ഇതാണ് ഇത്രയുള്ള പരിപാടി. ഒക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ കറികളാണ് കേട്ടോ. പിന്നെ രാവിലെ ഇവർക്ക് പോണതുകൊണ്ടൊരു തിരക്കെന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്ക് മീൻ മസാല കൂട്ടാനുള്ളതാണ്. ഇതാണ് ആദ്യം ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ അത് വീഡിയോയിൽ ഇട്ടപ്പോൾ ലാസ്റ്റായി. അപ്പോൾ എന്താ വെച്ചാൽ കറിവേപ്പില, മുളക് പൊടി, മല്ലി, കുരുമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, മല്ലിയില, ഇതാ കരിമീനാണ് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല അരച്ചിട്ട് വരിക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ മല്ലി, മുളക് പൊടി, കുരുമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, വലിയ ജീരകം, അതാണ് നമ്മൾ അരക്കേണ്ടത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, വിനാഗിരി, ഉപ്പ്. അപ്പോൾ മസാല നല്ല കൈകൊണ്ട് തന്നെ തേക്കണം. പക്ഷേ ഞാൻ തേക്കൂല, എനിക്ക് കൈ നീർന്നുകൊണ്ട് ആ ഡ്യൂട്ടി ഞാൻ വേറെ ആൾക്ക് കൊടുക്കൂട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ വാഴൻ്റെ ഇല പാനിൽ വെച്ചിട്ടുണ്ടെന്ന് വാട്ടിയെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ മുളക് തേച്ച് വെച്ച മീനിനെ അതേപോലെ ആക്കിയിട്ട്, ഇത് കുരുമുളകാണ് നമ്മൾക്ക് കുറച്ച് കൂട്ടിയിടേണ്ടത് കേട്ടോ. മുളക് പൊടി ഒരു തുള്ളി ആ കളറിന് വേണ്ടിയിട്ട് ഇട്ടു എന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ച് വാഴൻ്റെ നാരോണ്ട് തന്നെ ഒന്ന് കെട്ടിയിട്ട് നല്ല ആവി പോകാത്ത മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത്രയുള്ള പരിപാടി. അപ്പോൾ ലേശം എണ്ണ ഇതിൽ ഒഴിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ വാഴൻ്റെ അതിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കുകയാണ് നമ്മൾ മറിച്ചിടുമ്പോഴൊക്കെ ഒന്നോട്ട്. പിന്നെ ഒരു ടേസ്റ്റും കിട്ടും, വെളിച്ചെണ്ണൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. അപ്പുറത്തത് ആ പുട്ട് വേകണത്, ഇന്ന് പുട്ടും പഴമാണ്. അപ്പം അല്ലെങ്കിൽ അതിന് വേറെ കറി ഉണ്ടാക്കണ്ടേ. ഇതൊന്നും ഇപ്പം അതിന് പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് പഴം പുട്ടും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ മീനും റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫുഡ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ തന്നെ. അപ്പോൾ മോര് റെഡിയായി, ഉപ്പേരി റെഡിയായി, ചോറും റെഡിയായി, ഇതാ മീൻ വറുത്തതും റെഡിയായി. കഴിഞ്ഞ പരിപാടി.